ഇപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കപ്പിൾസ് നിർബന്ധമായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ അപ്പം എന്തൊക്കെ ആയിരിക്കും? ഓക്കെ, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് മെയിൽസിലാണ് എന്നുണ്ടെങ്കിൽ സെമൻ അനാലിസിസ് ഫസ്റ്റ് ചെയ്യുന്നതല്ലേ. അത് നമ്മൾ ചെയ്യാൻ പറയുന്നത് ഒരു 2 ദിവസമെങ്കിലും മിനിമം കോൺടാക്റ്റ് ഇല്ലാതെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വേണം സെമൻ അനാലിസിസ് ചെയ്യേണ്ടത്. അത് എല്ലാ മാസവും അങ്ങനെ ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്യുമ്പോഴും 45 days വൺസ് ആണ് നമ്മൾ സെമൻ അനാലിസിസ് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. ഇതാണ് മെയിലിൽ. എഗെയിൻ നമ്മൾ ഹോർമോൺ ടെസ്റ്റ് പറയുമ്പോൾ സീറം ടെസ്റ്റോസ്റ്റിറോൺ മെയിൽസിൽ ആദ്യം പറയും. FSH എന്ന് പറയുന്ന ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അത് മെയിൽസിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും പറയും. ഹീമോഗ്ലോബിനിൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് വിത്ത് ESR, ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നുള്ളത്. പ്രൊലാക്റ്റിൻ ലെവൽ, കാരണം ചില മെയിൽസിൽ എന്താ വെച്ചാൽ ഈ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ടുള്ളത് കൊണ്ട് അതും സെക്ഷൽ ഫംഗ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രൊലാക്റ്റിൻ ലെവൽ, സീറം പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യാൻ പറയും. ഇത് മെയിൽസിൽ. ഫീമെയിൽസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പറയുന്നത് AMH എക്വാലിറ്റി ആണ്. ഒപ്പം തന്നെ LHFSH എന്ന് പറഞ്ഞ ഹോർമോൺ. ഇത് രണ്ടും പീരീഡിൻ്റെ സെക്കൻഡ് ഡേയിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴാണ് കറക്റ്റ് ഒരു വാല്യൂ കിട്ടുക. അവർക്കും നമ്മൾ സീറം പ്രൊലാക്റ്റിൻ പറയും. അതിൻ്റെ കൂടെ തന്നെ ഒരു നോർമൽ സ്കാനിങ് സജസ്റ്റ് ചെയ്യാറുണ്ട്. USG അബ്ഡമൻ പെൽവിസ് ചെയ്ത് കഴിഞ്ഞാൽ PCOD ഉണ്ടോ, ഇനി അതല്ല ഇപ്പോൾ യൂട്രസിൽ എന്തെങ്കിലും കംപ്ലയിൻസോ അങ്ങനെ ജനറലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇതാണ് ജനറലായിട്ട്. ആദ്യമായിട്ട് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ട്, നമ്മൾ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പോകുന്നു, ഇനി എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതിന് കൺഫേം ചെയ്യാനായിട്ടുള്ളതാണ് ഇത്. ഇപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏതാണ്? പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ടൈം ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പലരും പറയും നമ്മളൊരു കംഫർട്ടബിൾ ടൈം ആയതിനു ശേഷമാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ടൈം മാത്രമല്ല, എഗ്ഗിന്റെ ക്വാളിറ്റി 30 ഏജ് കടക്കും തോറും അത് ചുരുങ്ങി വരും. നമ്മുടെ ഇഷ്ടത്തിന് 35 40 കഴിഞ്ഞ് ചെയ്യുക എന്നുള്ളതല്ല. അപ്രോപ്രിയേറ്റ് ടൈം എന്ന് പറയുന്നത് 22 to 30. ആ ഒരു ടൈമിൽ കുട്ടീനെ കൺസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല കോംപ്ലിക്കേഷൻസും, അമ്മയ്ക്കുള്ള കോംപ്ലിക്കേഷൻസും കുട്ടിക്കുള്ള കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എഗ് ക്വാളിറ്റിയും കുറച്ചുകൂടെ കൂടുതലായിരിക്കും ആ ഒരു ടൈമിൽ. ഏജ് ആവും തോറും എഗ്ഗിൻ്റെ ആ ഒരു റിസർവ്, ഓവേറിയൻ റിസർവ് എന്ന് പറയും. ഓവറിയിൽ എത്ര ഓവം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അത് ഓരോ പ്രാവശ്യം കൂടുകയല്ല. ഒരു പെൺകുട്ടി ജനിച്ചു വരുമ്പോൾ തന്നെ ആ ഓവറിയിൽ എത്ര ഓവം ഉണ്ട് എന്നുള്ളത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അത് പീരീഡ് ആകുന്നതിന് മുന്നേ തന്നെ, ഫസ്റ്റ് മെനാർക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ഓരോ പീരീഡിന്റെ ടൈമിലും ഓരോ ഓവം അത് ഇല്ലാതായി പോവുകയാണ്. ക്രമേണ 35 വയസ്സിന് ശേഷം നമ്മൾ മെനോപോസ് എന്ന് പറയുമല്ലോ, കംപ്ലീറ്റ് അതിൽ ഓവംസ് എല്ലാം തന്നെ ചുങ്ങി പോകുന്ന ഒരു അവസ്ഥ. എക്വാലിറ്റി എഗ്ഗേ ഇല്ല എന്നുള്ള കണ്ടീഷനിലോട്ട് പോവാം. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു 22 to 30 ആണ് കറക്റ്റ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ 30 ഏജിന് ശേഷമാണെന്നുണ്ടെങ്കിൽ വളരെ പല അപകടങ്ങളും അതിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ 30 വയസ്സിന് ശേഷമാണ് അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ അമ്മക്കും കുഞ്ഞിനും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? 30 വയസ്സിന് ശേഷം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കംഫർട്ടബിൾ ടൈമിലായിരിക്കും, ജോബ് എല്ലാം സെറ്റിൽ ആയതിനു ശേഷമായിരിക്കും അത് ട്രൈ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഇമോഷണൽ മെച്യൂരിറ്റി എല്ലാം അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൽ മെയിൻ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് ഏജ് കൂടുന്തോറും കുട്ടികളിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി, കാരണം എഗ് ക്വാളിറ്റി കുറവായിരിക്കുമല്ലോ, അപ്പോൾ അത് ക്രോമസോമിലെ ഒരു ജെനറ്റിക് ഡിഫക്റ്റ് വരാനുള്ള സാധ്യത, ഡൗൺ സിൻഡ്രോം, നമ്മൾ ട്രിപ്പിൾ ടെസ്റ്റ്, ഡബിൾ മാർക്കർ ടെസ്റ്റ് ഒക്കെ പറയും. ഇതൊക്കെ അതിൻ്റെ റിസ്ക് കുറച്ചുകൂടി കൂടും. പിന്നെ സ്ത്രീകളിൽ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും, പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വരാനുള്ള സാധ്യത. അതേപോലെ പ്രഗ്നൻസി ടൈമിൽ തൈറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ, പ്രീ എക്ലംഷ്യ എന്ന് പറഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ മാത്രം BP കൂടുന്ന അവസ്ഥ. ഇതൊക്കെ കുട്ടികളിലെ കുറച്ചുകൂടെ നമ്മൾ പ്രീ ടേം എന്ന് പറയും, 8 മന്തിൽ തന്നെ ഡെലിവർ ആവുക, ഇങ്ങനത്തെ ചില ഹെൽത്ത് കോംപ്ലിക്കേഷൻസ്. 30+ ഫസ്റ്റ് ഡെലിവറി 30+ ആവുന്ന ടൈമിൽ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആവാൻ പാടില്ല എന്നല്ല, ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതുണ്ടെങ്കിൽ ഇപ്പം പ്രഗ്നൻസി ഹെൽത്ത് ആവാൻ, ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി കുറച്ചുകൂടി സിമ്പിൾ ആവാനും കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവർ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ദിവസവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് വൈറ്റമിൻ D ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്, എക്സസീവായിട്ട് എടുക്കരുത്. അതും റെഗുലറായിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ ഹീമോഗ്ലോബിൻ കുറവാണെന്നും കൂടെ നോക്കണം. ലേഡീസിന് പൊതുവേ HB കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുന്ന ടൈമിൽ അതും നമ്മുടെ ഓവുലേഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണ് എന്നുണ്ടെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സും കൂടെ എടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ അയൺ സപ്ലിമെൻറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യരുത്. അത് സെക്കൻഡ് ഹാഫിലാണ്, നമ്മൾ ആ ഒരു ടൈമിലാണ്, 3 മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അയണും കാൽഷ്യം ഒക്കെ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുക. പ്രഗ്നൻസിക്ക് മുന്നേ
അയൺ കുറവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഹീമോഗ്ലോബിൻ കുറവാണെന്നുണ്ടെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്, ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്, വിറ്റാമിൻ ഡി സപ്ലിമെൻ്റ് ഒക്കെ റെഗുലറായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ അയൺ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പം ഈ ബ്ലഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലാദ്യം വരുന്നത് പൊമിഗ്രനേറ്റ് തന്നെയാണ്. മാതള നാരങ്ങ നല്ലതാണ്, ബീട്രൂട്ട് നല്ലതാണ്, മുരിങ്ങയുടെ ഇല ഭയങ്കര അയൺ പ്ലസ് കാൽഷ്യം ആണ്. ഈവൻ ഇപ്പോൾ എല്ലാ ആളുകൾക്കും ആഫ്റ്റർ ഡെലിവറി, ഇപ്പോൾ പാല് ചുരക്കാനായിട്ടാണെങ്കിലും ഈ ഒരു മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അവൈലബിൾ ആവുന്ന ഒന്നാണ്. ഹൈ ഫുഡ്, ഇപ്പോൾ മീറ്റോ റെഡ് മീറ്റ് തന്നെ എല്ലാവരും എടുത്ത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് ഏറ്റവും ഹൈ റിച്ച് ആണ് ഈ മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്. അത് റെഗുലർലി എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ശർക്കര ഭയങ്കര അയൺ റിച്ച് ആണ്. ശർക്കര, നിലക്കടല, ഈ ഒരു കോമ്പിനേഷൻ അയൺ റിച്ച് ആണ്. കുട്ടികളിലും ഭയങ്കര പ്രൂവൺ ആയിട്ടുള്ളതാണ്. കുട്ടികൾ സാധാരണ എൻ്റെ ഒപ്പിൽ വരുന്നവർക്ക് ഞാൻ പ്രത്യേകം പറയാറുണ്ട്, അത് എളുപ്പം അവർ കഴിക്കുകയും ചെയ്യും. ഒരു പിടി നിലക്കടല ദിവസം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറയും. അതിനുശേഷം നമുക്ക് അവർ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് 10 ഒക്കെ ആയിരിക്കും. കുട്ടികളിൽ അങ്ങനെയാണ്, ഇപ്പോൾ അനീമിക്കാണ് പല കുട്ടികളും. അത് 12 ഒക്കെ ആയിട്ട് നോർമൽ വാല്യൂസിൽ കണ്ടുവരാറുണ്ട്. അത് വളരെ നല്ലതാണ്. റെഡ് മീറ്റ് നല്ലതാണ് ഇത് കൂട്ടാനായിട്ട്. അതിലും തന്നെ നമ്മൾ ലിവറൊക്കെയാണ്, ഗോട്ടിൻ്റെ ആണെങ്കിലും അതിൻ്റെ ലിവറൊക്കെയാണ് വളരെ എഫക്റ്റീവായിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്ന ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്നത് ഇലക്കറികളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെയാണ് നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് പാലും മുട്ടയും, അത് മസ്റ്റാണ്. കാരണം കാൽഷ്യം അധികം വേണം ഇനിയുള്ള കൺസീവിങ് ആവുന്ന ടൈമിൽ. പിന്നെ അയൺ റിച്ച് ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ഈ ഫോളിക് ആസിഡ് പറഞ്ഞല്ലോ, ഈ ഫോളേറ്റ് കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് ഇലക്കറികളിലും ചീരകളിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതലായിട്ടും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ എടുക്കണം എന്ന് പറയുന്നത്. പിന്നെ മുട്ടയിൽ കോഎൻസൈം Q10 ഉണ്ട്. എഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ എഗ് വൈറ്റും അതേപോലെ എഗ്ഗിൻ്റെ മഞ്ഞക്കരു എന്ന് പറയുന്നത്. മില്ലറ്റ്സും എഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. കാരണം അതിലും ഈ കോഎൻസൈം Q10 ഉള്ളതുകൊണ്ട് അതൊരു സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ പലരും കൊടുക്കാറുണ്ട്. AMH കൂട്ടാൻ അങ്ങനെ ഇതായിട്ട് കോഎൻസൈം Q10 സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ബട്ട് അതിന് പകരം നമുക്ക് ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തിയാൽ തന്നെ മതി. മില്ലറ്റ്സ് വളരെ എഫക്റ്റീവാണ്. അതേപോലെ ഗ്രീൻ ലീവ്സ്, ഇലക്കറികൾ, ചീരക്കറികൾ, omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും എഫക്റ്റീവാണ്. അപ്പം ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ നിങ്ങളത് ഒരിക്കലും ഈ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ഭക്ഷണമാണ്? ഒരിക്കലും അങ്ങനെ കഴിക്കരുത് എന്ന് പറയാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഭക്ഷണമില്ല. നമ്മൾ ഫാസ്റ്റ് ഫുഡാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ പരമാവധി ഫാസ്റ്റ് ഫുഡ്, അജിനോമോട്ടോ അധികം അടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ, അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അത് പരമാവധി അവോയ്ഡ് ചെയ്യുക. ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകളും അങ്ങനത്തെ സ്നാക്സ്, എണ്ണക്കടികൾ പരമാവധി ശീലിച്ചവരായിരിക്കും നമ്മളിൽ പലരും. അപ്പോൾ എണ്ണക്കടികൾ പരമാവധി അത് കുറയ്ക്കാം.